അപ്പൊ ഷുഗർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയാ ഫുഡ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഷുഗറിന്റെ ലെവൽ കുറക്കാൻ പറ്റുമല്ലേ? പലർക്കും ഷുഗർ മാറി എന്നാണ് പറയുന്നത്. അവര് ഷുഗർ ഇല്ലാതുകൊണ്ട് ഞങ്ങള് പഴയ ഫുഡിലേക്ക് പോകുന്ന പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതൊരു സന്തോഷം. ഷുഗർ വന്ന് ജീവിതം നശിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഷുഗർ വന്നിട്ട് പഞ്ചസാര കഴിക്കാൻ പറ്റിയില്ല, ചോറ് തിന്നാൻ പറ്റിയില്ല, ഒരു കുഞ്ഞു കപ്പ് ചോറ് മാത്രം ഡോക്ടർ പറഞ്ഞിട്ട് തിന്നുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ നാളെ എനിക്കും ഷുഗർ വന്നേക്കാം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ വന്നേക്കാം ഷുഗർ. ഇപ്പൊ ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നോബിളേട്ട നമസ്കാരം. നമസ്കാരം. നോബിളേട്ടന് എത്ര വയസ്സായി? എനിക്ക് ഇപ്പൊ 78 കഴിഞ്ഞു. 78 വയസ്സായി. ജനുവരി ആകുമ്പോ 79. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വണ്ടി ഓടിക്കണ്ടായിരുന്നു, കാർ ഓടിക്കണ്ടായിരുന്നു. കാറൊക്കെ ഓടിക്കും, സ്കൂട്ടറൊക്കെ ഓടിക്കുമോ? സ്കൂട്ടർ ഓടിക്കും. സ്കൂട്ടർ, ബൈക്കാണ് സ്ഥിരം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ബൈക്കാണ് ഏറ്റവും സൗകര്യം മാർക്കറ്റിൽ പോകാൻ. നമുക്ക് ഏത് കടയുടെ വാതിക്കെ കൊണ്ട് വെച്ച് സാധനം മേടിക്കാം. അപ്പൊ ബൈക്ക് ഇപ്പൊ സ്ഥിരം ഓടിക്കണുണ്ട്? ബൈക്ക് സ്ഥിരം ഓടിക്കുന്നു. ബൈക്കാണ് സൗകര്യമായിട്ട് ഓടിക്കാനുള്ളത്, ഏറ്റവും കൺവീനിയന്റ്. ഞാൻ എന്താ ചോദിക്കാൻ കാര്യം, ഈ നോബിളേട്ടൻ പണ്ട് ഷുഗർ വന്നിട്ടുള്ള ഒരാളാണ്. ഷുഗർ വന്ന് ജീവിതം ഏതാണ്ട് ഇരുട്ടിലേക്ക് പോകുന്ന നല്ലൊരു ഘട്ടം വന്നപ്പോൾ സ്വയം ഒരു ഭക്ഷണ രീതി ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. എനിക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് വളരെ ചേഞ്ചസ് ആണ് എന്നിൽ ഉണ്ടായിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ഞാനൊരു നോട്ടീസായിട്ട് എഴുതി പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം അത്ര ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കെയർലെസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നു. രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാവരും അതിനെ തിരിച്ചറിയുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറണമല്ലോ എന്നുള്ള ചിന്തിക്കുന്നത് രോഗം വന്നു കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയുന്നത് ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഒരിക്കലും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അവൻ്റെ ജീവിതം അവിടെ കൊണ്ട് കഴിഞ്ഞു. അത് ഗ്ലോക്കോമ വന്നാലും അവൻ പിന്നെ ആ കണ്ണ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയ ഫുഡ് കഴിക്കുമ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യും. നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. നമ്മുടെ ബ്ലഡ് പൊള്യൂട്ടഡ് അല്ല എങ്കിൽ, ഷുഗർ കൂടി നിൽക്കുന്ന അല്ലാത്ത സ്റ്റേജ് ആണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. നമ്മുടെ ബ്ലഡിലുള്ള എല്ലാ ഐറ്റവും നമ്മൾ മുറിവിനൊക്കെ ഇരിക്കാനും ഒക്കെ ബ്ലഡ് തന്നെ വേണം. ബ്ലഡ് എത്തില്ലെങ്കിൽ ആ ഭാഗം പഴുക്കുന്ന ഒരു മുറിവുണ്ടായാൽ ആ ബ്ലഡ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ബ്ലഡിനെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് എൻ്റെ കയ്യിൽ ഉലുവ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്ലോക്കുകൾ ഇല്ലാതാക്കുക. മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് പലരും സ്റ്റെൻറ്റ് ഇട്ട് നടക്കുന്നതാണ്. ആ സ്റ്റെൻറ്റിലേക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഫുഡ് ചേഞ്ച് ചെയ്തിരിക്കണം. ഇത് കെയർലെസ് ആയിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ ബ്ലോക്ക് വരുമ്പോഴാണ് ബ്ലോക്ക് വന്നല്ലോ 2 ലക്ഷം രൂപ കൊടുക്കണം സ്റ്റെൻറ്റ് ഇടണമെങ്കിൽ. അതിലേക്ക് പോകാണ്ടിരിക്കണം. അത് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവരും വിചാരം ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് എന്തും കഴിക്കാമല്ലോ. പക്ഷേ ഒരു ടാബ്ലറ്റ് കൺട്രോൾ ചെയ്യുന്നത് അവൻ്റെ ഒരു ഫുഡിന് ലിമിറ്റേഷൻ ഉണ്ട്. അവൻ കഴിക്കുന്ന ഫുഡ് ആ ടാബ്ലറ്റുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലാണ്. ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു 100 യൂണിറ്റ് കുറയുമെങ്കിൽ അവൻ കഴിക്കുന്ന ചിലപ്പോൾ 300 യൂണിറ്റ് ഷുഗർ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ 10-200 യൂണിറ്റ് അവിടെ എക്സസ്സാണ്. അതങ്ങനെ അവൻ്റെ ബോഡിയിൽ സ്ഥിരം കിടക്കും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഷുഗർ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഗുളിക കഴിച്ച് കുറച്ച് കുറക്കണോണ്ട് ഒരു അർത്ഥമില്ല. അവൻ്റെ ബോഡി എന്നും പൊള്യൂട്ടഡ് ബോഡിയാണ്. അപ്പോൾ അവൻ്റെ ബ്ലഡിൽ നിന്ന് അവനൊന്നും കിട്ടുന്നില്ല. അവൻ്റെ ബ്ലഡിലേക്ക് എനർജി വരുന്നില്ല. അപ്പോൾ എല്ലാ ഡയബറ്റിക്കാർക്കും ഡെഫിഷ്യൻസി വൈറ്റമിൻസാണ്. ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് പല ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നത്. B1, B6, B12. ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ബോഡി പെയിൻ എന്ന സംഭവം ഇന്നില്ല. എനിക്ക് അങ്ങനെ ബോഡി പെയിൻ അനുഭവപ്പെടാറില്ല. മറ്റേ ഞാൻ ചില തെർമലിൻ്റെ പാൻറ്റൊക്കെ ഇട്ടാണ് രാത്രി കിടന്നിരുന്നത്. ഇപ്പോൾ വെറും ലുങ്കി കൊടുത്താണ് കിടക്കുന്നത്, ഷർട്ടും പോലും ഇല്ലാണ്ട്. മറ്റേ കാലിൽ സോക്സ് ഇടും. സോക്സൊക്കെ വലിച്ചേറ്റി മസിൽ കയറ്റം വരുന്നത് ഷുഗർ കൺട്രോളിലാണ്ട് വരുമ്പോഴാണ് മസിൽ കയറുന്നത്. ഷുഗർ കുറഞ്ഞു പോയാലും മസിൽ കയറും, ഷുഗർ കൂടിയാലും മസിൽ. ഞാൻ പറഞ്ഞ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ ആളുകൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇല്ലേ, ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ ഈ പല ഭാഗത്തെയും മസിൽസ് പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്നു. ഒന്നെങ്കിൽ ഷുഗർ ഡൗൺ ആയി പോകുന്നു, അപ്പോഴാണ് മസിൽ കയറുന്നത്. അല്ലെങ്കിൽ ഷുഗർ കൂടിയാലും മസിൽ കയറും. അത് ശരി. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഫുഡ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡയ ഫുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ കൺട്രോളിലായി. നമ്മളധികം ഷുഗർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ബ്ലഡ്. ചില ഒരു ദിവസം 2-3 പ്രാവശ്യം ഹൈ ഷുഗറുള്ളവരാണ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രം രാത്രിയാകുമ്പോഴും ചെക്ക് ചെയ്ത് കിടക്കുന്നതാണ് നല്ലത്. ഷുഗർ കുറഞ്ഞു പോയാലും മസിൽ കയറും. അപ്പോൾ കുറഞ്ഞു പോകുമ്പോൾ ഒന്ന് നോക്കണം. ഉറങ്ങുന്ന ടൈമിൽ ഒരു 160 ഒക്കെ ഷുഗർ ഉണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ നോർമലായിരിക്കും. അത് 80-ലേക്കൊക്കെ വരും. അപ്പോൾ അതിലും കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വേറെ കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഈ ഡയാ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഭക്ഷണമല്ലേ?
എക്സ്പെൻസീവ് ആണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞാൻ പറയുന്ന അതിൻ്റെ ഞാൻ അത് വില കുറച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതിൽ ലേബർ, നമ്മുടെ കേരളത്തിലെ ലേബർ എന്നിൽ അനുവദിക്കുന്നില്ല. നമ്മൾ വെറും പൊടി പൊടിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് മില്ലിലിട്ട് പൊടിച്ചാൽ കൊടുത്താൽ മതി. അതല്ല ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് വർക്കാണ് അതിൽ കാര്യമായിട്ടുള്ള. ആ ഗ്രാനുവൽ ഫോമൊക്കെ കിട്ടുന്നെങ്കിൽ ആളുകൾ നിന്ന് വർക്ക് ചെയ്താണ് അങ്ങനെ ആകുന്നത്. അത് ശരി. അപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഡയാ ഫുഡ് എക്സ്പെൻസീവ് ആണെന്ന് പറയണത് വെറുതെ ആണോ, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണോ? പലർക്കും തെറ്റിദ്ധാരണയാണ്. ഒരു ഗുളിക കഴിച്ചോണ്ട് മാറും എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അവർക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അവർ 40 രൂപ അരി കിട്ടും, അത് കഴിച്ചാൽ പോരെ എന്നാണ് ഉള്ളിൽ തോന്നുന്നത്. 2 ഗുളിക കഴിച്ചാൽ മാറിക്കോളുമല്ലോ എന്നാണ് ഉള്ളിൽ ദഹിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല. ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ തളർച്ച എല്ലാം വീക്കാവും. കാരണം ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞരമ്പുകൾ വീക്കാവുന്നത്. അപ്പോൾ ഷുഗർ വന്നാൽ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുമോ? ബ്ലഡ് സർക്കുലേഷൻ കാര്യമായിട്ട് ബാധിക്കും. അവിടെ എളിയോട്ട് താഴോട്ട് ബ്ലഡ് സർക്കുലേഷനേ ഉണ്ടാവില്ല. അപ്പോൾ കാലൊക്കെ മരവിക്കും, കാലും മുറിഞ്ഞ പഴുക്കും. ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ശരി. ഡയാ ഫുഡ് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ട്? ഡയാ ഫുഡ് ആക്ച്വലി അത് 2000 തൊട്ട് മാർക്കിൽ ഉണ്ടായതാണ്, നിന്ന് പോയതാണ്. 24 വർഷമായിട്ട് നിന്ന് പോയതാണ്. 2000 നമ്മൾ ഇൻഡസ്ട്രി കൂട്ടി പോയി നിന്ന് പോയതാണ്. പിന്നെ റീസ്റ്റാർട്ട് പോയിട്ട് 2 കൊല്ലം. അത് ശരി. അപ്പൊ ഇപ്പൊ ആളുകളുടെ സമീപനം അങ്ങനെയുണ്ട് ഡയാ ഫുഡ് വാങ്ങിക്കാൻ? ഡയാ ഫുഡ് എനിക്ക് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ പോകുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തും ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോ എടുത്തിട്ട് പോകുന്നു. അപ്പൊ ഷുഗർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയാ ഫുഡ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഷുഗറിന്റെ ലെവൽ കുറക്കാൻ പറ്റുമല്ലേ? പലർക്കും ഷുഗർ മാറി എന്നാണ് പറയുന്നത്. അവര് ഷുഗർ ഇല്ലാതുകൊണ്ട് ഞങ്ങള് പഴയ ഫുഡിലേക്ക് പോകുന്ന പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതൊക്കെ വളരെ സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് ഷുഗർ കുറഞ്ഞു, അപ്പൊ ഇനി കഴിച്ചാൽ ഇനി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞങ്ങള് ചായ കുടിക്കട്ടെ, പഞ്ചസാര ചായ കുടിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ അവര് പറയുന്ന അവർക്ക് ഷുഗർ ലെവൽ കുറവായിരുന്നു, അപ്പൊ ഇത് കഴിച്ചപ്പോ പെട്ടെന്ന് ഒരു മാറ്റം അവരിൽ ഉണ്ടായി. ഡയാ ഫുഡ് അങ്ങനെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. ഡയാ ഫുഡിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ട്, ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ടല്ലേ? വളരെയധികം ഹാപ്പിയാണ്. ഞാൻ കാല് കട്ട് ചെയ്ത് പോകരുത് എന്ന് കരുതിയിട്ടാണ് ഇത് മാർക്കിൽ പോകുന്നത്. പലരും കാല് വിരല് അതൊക്കെ മുറിച്ചു കളയുന്നു. അത് വരരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ഇറക്കിയത്. അത് ശരി. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഷുഗർ കൊണ്ട് കാലും കൈയും വിരലൊന്നും മുറിഞ്ഞു പോകല്ലേ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അല്ലാണ്ട് എനിക്ക് ഇതിൽ പൈസ ഉണ്ടാക്കുക എന്നല്ല, ഈ രോഗികൾ വലയരുത് ഇതിൽ. അല്ല, അവന് ഇഷ്ടംപോലെ ദുരിതങ്ങൾ പിന്നീട് വരുന്നത്, അവൻ കുടുംബം വിറ്റ് പോലും ചികിത്സിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്താനാണ് ഞാൻ ഇത് ശ്രമിച്ചത്. അല്ല, കാശിന് ആക്രാന്തം കൊണ്ടല്ലെന്ന് അറിയാം. കാരണം വീടും സാഹചര്യങ്ങളും ജീവിക്കാനുള്ള ചുറ്റുപാടും ഒക്കെ നോബിളായിട്ടുണ്ട്. അതാണ് ഈ പ്രായത്തിൽ ഞാൻ ഇതിൽ ഇറങ്ങിയതാണ് കാര്യം. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ സീരിയസ് ആണ്. അത് വന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ ഇത്രയും ഇതുണ്ടോ എന്നുള്ളത്. വെച്ചാൽ നമ്മൾ ഡയാലിസിസിലേക്ക് പോയാൽ പിന്നെ അത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. പിന്നെ മിക്ക ഡയബറ്റിക്കാരും സ്റ്റെൻഡ് ഇടുന്നതാണ്. സ്റ്റെൻഡൊക്കെ ഇടേണ്ടി വരുന്നത് ബ്ലോക്കുകൾ വരുന്നതാണ്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ സ്റ്റെൻഡ് ഒന്നും ഇടേണ്ടി പറ്റില്ല. ശരിയാണ്. എന്താണ് ഡയാ ഫുഡിന്റെ 1 kg റേറ്റ് വരുന്നത്? 1 kg റേറ്റ് 450 രൂപയാണ് പാക്ഡ് റേറ്റ്. നമ്മള് അത് 950 രൂപ മേടിക്കും. കൊറിയർ ചാർജ് കൂട്ടിയിട്ട്. കൊറിയർ ചാർജ് കൂടി അതിൽ വലിയ എമൗണ്ട് ഒന്നും കൂടുതൽ മേടിക്കുന്നില്ല. ഞാൻ മാക്സിമം ഡിസ്കൗണ്ട്. ഇനി ഒരു ചോദ്യം കൂടി. അതായത് നമ്മൾ ഈ ഡയാ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്? 1 കിലോന് 450 രൂപയാണ് ഇത് വരുന്നത്. 45 രൂപയാണ് വരുന്നത്. 45 രൂപയാണ് നമ്മൾ 2 നേരം കഴിക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ തന്നെ 150 രൂപ കൊടുക്കണ്ടേ? ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെയൊക്കെ റേറ്റ് ആവൂലേ? അപ്പോൾ ഷുഗർ മാറാനായിട്ട്, ഷുഗർ പേഷ്യന്റിന്റെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം പോലെ ആക്കാനായിട്ട് ഒരു 45 രൂപ മുടക്കാം. വളരെയധികം ചേഞ്ചസ് ആണ്. അവന് ലൈഫ് ലോങ് ആണ്. ലൈഫിൽ യാതൊരു പ്രോബ്ലങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ 78 വയസ്സായിട്ട് ഞാൻ ഇന്ന് ഹെൽത്തിയാണ്. അത്ര ഹെൽത്തി ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോ ഒരു പുതിയ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡയബറ്റിക്കാർക്ക് ഫുഡ് ചേഞ്ചസ് ഓഫ് ഫുഡാണ്. അവർ ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കാൻ. ഡയ ചപ്പാത്തി പൗഡർ, ഒരു പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഷുഗർ കുറവുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇഡ്ഡലി കഴിക്കേണ്ടത് തോന്നി ഇഡ്ഡലി കഴിക്കാം. റാഗി കൊണ്ടുള്ള ഇഡ്ഡലി പ്രോഡക്റ്റാണ്. അത് 1 hour ഇൻസ്റ്റന്റ് ആണ്. അത് കഴിക്കാം. ഡയബറ്റിക്കാർ ചേഞ്ച് ഓഫ് ഫുഡ്സ് 2 ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയ ചപ്പാത്തിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുരിങ്ങക്കായുടെ പൗഡർ ഉണ്ട്, മുരിങ്ങയുടെ ഇലയുടെ പൗഡർ ഉണ്ട്, മല്ലിയില പൗഡർ ഉണ്ട്, പിന്നെ ബജ്ര, മറ്റേ മണിച്ചോളം, ഇതൊക്കെയാണ് അതിൽ കണ്ടൻസ്.
വീറ്റ് വരുന്നുണ്ട്. ആഹാ. അത് നിങ്ങൾക്ക് ചപ്പാത്തിയിലായിട്ട് കഴിക്കാം, ചപ്പാത്തി ടേസ്റ്റായിട്ട് ചപ്പാത്തി കഴിക്കാം, കറി കൂട്ടി കഴിയാൻ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ചപ്പാത്തിയായി. ശരി. അതേപോലെ തന്നെ ഇഡ്ഡലി, റാഗി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ് എൻ്റെ. തരിതരിയായിട്ടുള്ള ഇഡ്ഡലി കിട്ടും, നമ്മൾ റവ ഇഡ്ഡലി പോലത്തെ ഇഡ്ഡലി കിട്ടും. അത് 1 hour ഇൻസ്റ്റൻ്റാണ്. പിന്നെ പുട്ടുപൊടിയുണ്ട്. നമുക്ക് ചപ്പാത്തി പൗഡർ കൊണ്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഏറ്റവും ബെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ദോശയാണ്. ചപ്പാത്തിയിലും ബെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ദോശയാണ്. അതായത് ഡയാ ഫുഡിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഷുഗർ ഇല്ലാതാക്കാൻ പറ്റിയ ഇഡ്ഡലിയും കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, ദോശ കഴിക്കാം. ചെയ്യുന്നുണ്ടല്ലേ? അതില് ചപ്പാത്തിയിലെ മെയിൻ സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ്. മല്ലിച്ചീര വരും, ഉലുവച്ചീര വരും, പിന്നെ മുരിങ്ങ കായുടെ പൗഡർ വരും, മുരിങ്ങ ഇലയുടെ പൗഡർ വരും. അതൊക്കെ നിങ്ങൾക്ക് ഷുഗറിനെ കുറയ്ക്കാവുന്ന സാധനങ്ങളാണ്. പിന്നെ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഫുഡാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നത് നമ്മളുടെ ഷുഗർ മാറ്റാനുള്ള ഭക്ഷണം കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കും ചേഞ്ച് ചെയ്ത് കഴിക്കണം ആഗ്രഹമുള്ളതുകൊണ്ടാണ് വരുന്നത് ഉണ്ടാക്കിയത്. ഷുഗർ വന്നവരൊക്കെ ജീവിതം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഷുഗർ വന്ന ആളുകളൊക്കെ ജീവിക്കണം. അതിൽ നിന്നൊരു മാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയാ ഫുഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 100% വിശ്വാസമല്ല, ഉറപ്പാണ് അല്ലേ? ഏതായാലും ആ ഡയാ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേ നാളായി ഡയാ ഫുഡ് പലരിലേക്കും എത്തിച്ചു കൊടുക്കണത്. ഞാൻ എപ്പോഴും വന്ന് ഈ ഡയാ ഫുഡിന്റെ കാര്യം നോബിളേട്ടനോട് ചോദിക്കണം എന്താണെന്നറിയാമോ? ഒരുപാട് പേര് ഷുഗർ വന്ന് തകർന്നു പോയ ജീവിതങ്ങളുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ എനിക്കും അത് വലിയൊരു സന്തോഷവും. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വൈപ്പിലില് ഓച്ചന്തുരുത്ത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഓച്ചന്തുരുത്ത് കമ്പനിപ്പീടിയ അല്ലേ? ഓച്ചന്തുരുത്ത്, വൈപ്പിലില് ഓച്ചന്തുരുത്തില് കമ്പനിപ്പീടിയ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ആരോട് ചോദിച്ചാലും വലിയ ഷോപ്പൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. വീടിന്റെ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലൊന്ന് നോക്കിയാൽ അറിയാം പുള്ളി ആ പൈസക്ക് വേണ്ടി മാത്രമായിട്ട് ആളുകളെ ഇങ്ങനെ ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് ഇത് വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഷുഗറിന്റെ ലെവല് മാറുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമല്ലോ. 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് പറയാനുള്ള ഏത് വ്യക്തി ഏത് പാതിരയ്ക്ക് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യും, അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കും. ക്രിയാറ്റിൻ കൂടി നിന്നിട്ടും എന്ത് ചെയ്യണമെന്ന് കൂടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ക്രിയാറ്റിൻ കൂടി കഴിക്കേണ്ടത് ചൊരക്കയാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ചൊരക്കയും പപ്പായയും അത് കറി വെച്ച് കഴിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ അതിൽ കാശ് കണ്ടല്ല പറയുന്നത്. അത് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന എന്നെ വാക്കാൽ കൊടുക്കാവുന്ന പല അഡ്വൈസും. ചൊരക്കെന്ന് പറഞ്ഞാൽ നീളമുള്ളത് കൊണ്ട് ഏതായാലും കുഴപ്പമില്ല. ചൊരക്കയും പപ്പായയും ക്രിയാറ്റിൻ ഏറ്റവും ബെസ്റ്റ്. ശരി. ചുരക്കയും പപ്പായും കഴിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിന്റെ ലെവലിൽ നമുക്ക് കുറച്ചെടുക്കാം. ഏതായാലും ഈ ഡയാ ഫുഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പിന്നീടും പറഞ്ഞു തരാം. നന്ദി നോബിളേട്ടാ. ഓക്കെ, താങ്ക് യു.